നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. മാനസിക പീഡനം അധ്യാപകർക്കെതിരെ നടപടിയെടുക്കുന്നില്ലെന്ന് മാതാപിതാക്കൾ. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയെ പ്രിൻസിപ്പളും അധ്യാപകനും മോശം വാക്കുകൾ ഉപയോഗിച്ച് മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിൽ നീതി ലഭിക്കുന്നില്ല എന്നാരോപിച്ചാണ് രക്ഷിതാക്കൾ രംഗത്ത് വന്നത്. ഏപ്രിൽ 15-ന് FIR രജിസ്റ്റർ ചെയ്തിട്ടും ഇതുവരെ നടപടി എടുത്തില്ലെന്നും ഇവർ ആരോപിച്ചു. വിദ്യാർത്ഥിനിയെ മാനസികമായി പീഡിപ്പിച്ച അധ്യാപകർക്കെതിരെ കേസെടുത്തിട്ടും പോലീസ് നടപടിയെടുക്കുന്നില്ലെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത്. വീട്ടിലേക്ക് പോടുന്നു. അപ്പോൾ ഞാൻ എനിക്ക് എന്ത് ചെയ്തു, കുട്ടീനെ വിളിച്ചിട്ട് വീട്ടിലേക്ക് പോയി. പിന്നെ വീട്ടിലെത്തി ഇപ്പോൾ ഇവള് +1 എന്ന് വെച്ചാൽ നല്ലോണം പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ 2 വിഷയത്തിൽ 70% മാർക്കുകളും അത് 90 ആക്കണം എന്നുള്ള ഇതിൽ ഇവൾ ഇമ്പ്രൂവ്മെൻ്റ് എഴുതേണ്ടിയിട്ട് പൈസ കൊടുത്തിനേനു. അപ്പോൾ പിന്നെ ഇവൾ പറഞ്ഞു, എനിക്കൊരു മാഷിയും കുട്ടികളെയും മുന്നിൽ എനിക്ക് പോയി ഇരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഇവൾ ആ പൈസ തിരിച്ച് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ സ്റ്റാഫ് റൂമിൽ എൻ്റെ മോളും ഈ മാഷും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ മോളോട് ഈ മാഷ് പറഞ്ഞു, നീ പിന്നെ മാനേജറുടെ നിന്ന് പൈസ മേടിച്ചിട്ടല്ലേ ഇത് മുഴുവനും കാണിച്ചത്, ഞാനും നിനക്ക് കുറച്ച് പൈസ തരട്ടെ, എന്നാൽ ഞാൻ പറയുന്ന പോലെയല്ല നീ ചെയ്യുമോ എന്നൊരു വഷളം ചിരിയോടുകൂടി ചിരിച്ചിട്ട് ഇവളെടുത്ത് പറഞ്ഞു. അപ്പോൾ ഇവള് പിന്നെ അപ്പാട് റൂമിൽ നിന്ന് ഇറങ്ങി. ഇവളെ എന്തെങ്കിലും ചെയ്താലോളി എന്നുള്ളൊരു പേടി കൊണ്ട് ഇവർ മാത്രമേ റൂമിലുള്ളൂ, സ്റ്റാഫ് റൂമിൽ എന്തെങ്കിലും ചെയ്താലോളിയുള്ള പേടി കൊണ്ട് ഇവളപ്പാട് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ വേണ്ടി എൻ്റെ അടുത്ത് സംഭവം പറഞ്ഞു, അമ്മ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന്. ഞാൻ പറഞ്ഞു, പോട്ടെ സാരമില്ല, നീ അത് വിട്ടേക്ക്, പ്രശ്നമാക്കണ്ട, പോട്ട് സാരമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മോള് പറഞ്ഞു, അമ്മ ഞാൻ കുറച്ച് ഉറങ്ങട്ടെ എന്നും പറഞ്ഞിട്ട് മോള് പോയിട്ട് റൂമിൽ കിടന്ന്. പിന്നെ ഞാൻ ഇവളെ ശ്രദ്ധിക്കുന്നില്ല, ഉറങ്ങാൻ വേണ്ടി പോയ കുട്ടിയല്ലേ എന്ന് വിചാരിച്ച് ഞാൻ അത് ഇതാക്കി. അപ്പോൾ എൻ്റെ ഭർത്താവ് ലോറി ഡ്രൈവറാണ്. ഇവർ വണ്ടി പോയ സമയത്ത് ഇവർ എന്നെ വിളിച്ചപ്പോൾ ഞാൻ കേട്ടില്ല. അപ്പം ഇവർ മോളെ ഫോണിലും വിളിച്ച് ഞാൻ ഫോണെടുത്ത്, നീ എന്താ ഫോൺ എടുക്കാതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ വിളിച്ചത് ഞാൻ കേട്ടിട്ടില്ലെന്ന്. അപ്പാട് പിന്നെ ഞാൻ എൻ്റെ മൊബൈൽ നോക്കുമ്പോൾ വിളിച്ചിട്ട് കണ്ട്. മൊബൈൽ നോക്കുമ്പോൾ ഇവളൊരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിന്. എനിക്ക് ഇങ്ങനെ മാനസികമായിട്ട് ഇങ്ങനെ എന്നെ മാഷ് പറഞ്ഞത് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുന്നതെന്ന് മറ്റേ ഇവളൊരു കുറിപ്പ് എഴുതി വെച്ച്. ഞാനപ്പോൾ അവിടെ പോയിട്ട് ഇവളെ വിളിച്ചിട്ട് നോക്കുമ്പോൾ ഇവൾ എണീക്കുന്നുമില്ല. പിന്നെ അപ്പാട് കണ്ണൂർ ആസ്പത്രി കൊണ്ടുവരുമ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹാരം കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് ഞങ്ങളെ പരിഹാരം കൊണ്ടുപോയി. 5 ദിവസം പരിഹാരം കിടന്നു. അപ്പോൾ എടക്കാട് സ്റ്റേഷനിൽ നിന്ന് മൊഴിയെടുക്കാൻ വന്നിനേനും. അവർ മൊഴിയെടുത്ത് പിന്നെ അവരിങ്ങ് വന്ന് ഡിസ്ചാർജ് ആയാലും ഞാൻ എടക്കാട് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ചോദിച്ച്, സാർ അതെന്തായി കേസ്? അത് കേസ് എടുക്കാനൊന്നും പറ്റൂല, കേസ് പിന്നെ CWCക്ക് അയച്ചിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. അപ്പോൾ എനിക്ക് അപ്പാട് SP-ക്ക് പരാതി കൊടുത്ത് SP-ൻ്റെ പരാതി പ്രകാരം നമ്മൾ മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട് എടക്കാട് സ്റ്റേഷനിൽ പോയി. അപ്പോൾ എടക്കാട് സ്റ്റേഷനിൽ SI വളരെ മോശമായിട്ട് അടുത്തും മോളെടുത്തും അവർ പെരുമാറി. അപ്പോൾ ഞാനത് ഉടനെ SP ഓഫീസിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു SI പറയേണ്ട ഭാഷയൊന്നുമല്ല എൻ്റെ മോളെടുത്ത് സംസാരിച്ചിട്ടുള്ളത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് അതിൻ്റെ CCTV ദൃശ്യങ്ങൾ എടുക്കണം, കാരണം എൻ്റെ മോള് മൊഴി കൊടുത്തിട്ട് ആ മൊഴി എടുക്കൂല, പിന്നെ മാഷു പറയുന്നത് മാത്രമേ നമ്മൾ കേൾക്കുന്നാന്ന് എടക്കാട് സ്റ്റേഷനിലെ SI പറഞ്ഞത്. അപ്പോൾ നമ്മളിങ്ങനെ എടക്കാട് സ്റ്റേഷൻ മുതൽ CM-ന് വരെ പരാതി കൊടുത്തിട്ട് ഇവരാരും പരാതി എടുത്തില്ല. കാരണം എതിർകക്ഷികളെ സ്വാധീനവും പണത്തിൻ്റെ ഇതുള്ളത് കൊണ്ട് ഇവരാരും കേസ് എടുക്കുന്നില്ല. അപ്പോൾ ഇപ്പം നമ്മൾ കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് FIR ഇട്ട്, FIR-ൻ്റെ കോപ്പി നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ ഇപ്പോൾ ഫയൽ ചെയ്തിട്ട് ഇപ്പോൾ 1.5 മാസം കഴിഞ്ഞ് ഇന്ന് വരെ പ്രതികളെ ഇവരാരും അറസ്റ്റ് ചെയ്തിട്ടില്ല. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയെ പ്രിൻസിപ്പളും അധ്യാപകനും മോശം വാക്കുകൾ ഉപയോഗിച്ച് മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിൽ കോടതി ഉത്തരവ് പ്രകാരം കേസെടുത്തിട്ടും എടക്കാട് പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് കാടാച്ചിറ കോട്ടൂർ സ്വദേശികളായ മാതാപിതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. പ്രിൻസിപ്പൽ ഷാജു KP, അധ്യാപകൻ പ്രേമരാജൻ എന്നിവർക്കെതിരെയാണ് ഭാരതീയ ന്യായ സംഹിത 108 വകുപ്പ്, പോക്സോ വകുപ്പ് 11, 16 വകുപ്പ് പ്രകാരമാണ് കോടതി ഉത്തരവ് പ്രകാരം എടക്കാട് പോലീസ് കേസെടുത്തത്. ഏപ്രിൽ 15-ന് FIR രജിസ്റ്റർ ചെയ്തിട്ടും ഇതുവരെ പോലീസ് തുടർ നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന് ഇവർ ആരോപിച്ചു. ഒരു അധ്യാപകൻ ലൈംഗിക ചൊവ്വയോടെ വിദ്യാർത്ഥിനിയോട് മോശമായി സംസാരിച്ചിട്ടും തങ്ങൾക്ക് നീതി കിട്ടുന്നില്ലെന്നും മാതാപിതാക്കൾ പറഞ്ഞു. നീതി കിട്ടാൻ വൈകിയാൽ തങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും രക്ഷിതാക്കൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തയുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.